നമസ്കാരം. തൊണ്ടയിൽ കുപ്പിയുടെ അടപ്പ് കുടുങ്ങി 8 മാസം പ്രായമായ കുട്ടി മരിച്ചതിൽ അസ്വാഭാവികതയെന്ന അച്ഛന്റെ പരാതിയിൽ വിശദമായ അന്വേഷണം നടക്കുകയാണ്. പോക്കുന്ന് അബീന ഹൗസൽ നിസാറിന്റെ മകൻ മുഹമ്മദ് ഇബാദാണ് കഴിഞ്ഞ രാത്രി മരിച്ചത്. കുപ്പിയുടെ അടപ്പ് തൊണ്ടയിൽ കുടുങ്ങിയ കുട്ടിയെ തിങ്കളാഴ്ച രാത്രിയിലാണ് കോട്ടപ്പറമ്പ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആശുപത്രിയിൽ എത്തിക്കും മുമ്പ് തന്നെ കുഞ്ഞ് മരിച്ചിരുന്നു. തുടർന്നാണ് കുട്ടിയുടെ പിതാവ് മരണത്തിൽ ദുരൂഹത ആരോപിച്ച് പോലീസിൽ പരാതി നൽകിയത്. ഭാര്യ വീട്ടുകാരുടെ പെരുമാറ്റത്തിൽ നിരവധി അസ്വാഭാവികതകൾ തോന്നിയെന്നതിനെ തുടർന്നാണ് പിതാവ് പോലീസിനെ സമീപിക്കുന്നത്. നിസാറിന്റെ മറ്റൊരു കുട്ടി 2 വർഷം മുമ്പ് തൊണ്ടയിൽ മുലപ്പാൽ കുടുങ്ങി മരിച്ചിരുന്നു. 2 കുട്ടികളും മരിച്ചത് ഭാര്യ വീട്ടിൽ വെച്ചാണ്. ഇതോടെയാണ് ടൗൺ പോലീസിൽ നിസാർ പരാതി നൽകിയത്. നിസാറിന്റെ ഭാര്യയുടെ വീട് കുറ്റിച്ചിറയിലാണ്. ഇരുവരും കുറച്ചു നാളുകളായി അകന്നാണ് കഴിയുന്നത്. 14 ദിവസം മാത്രം പ്രായമുള്ളപ്പോഴാണ് ആദ്യ കുട്ടി മരിക്കുന്നത്. ഇന്നലെ രാത്രിയാണ് രണ്ടാമത്തെ കുട്ടി മരിച്ചത്. തൊണ്ടയിൽ അടപ്പ് കുടുങ്ങിയതിനെ തുടർന്ന് കുട്ടിയെ കോട്ടപ്പറമ്പ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു. 2 ആഴ്ച മുമ്പ് കുട്ടി ഓട്ടോയിൽ നിന്ന് വീണപ്പോഴും ആശുപത്രിയിൽ എത്തിക്കാൻ വൈകിയതായി പരാതിയിൽ പറയുന്നുണ്ട്. എന്നാൽ 8 മാസം പ്രായമുള്ള കുഞ്ഞു മരിച്ച സംഭവത്തിൽ അസ്വാഭാവികതയില്ലെന്നാണ് പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ട്. ഈ കുട്ടിയാണ് ഓട്ടോറിക്ഷയിൽ നിന്ന് തെറിച്ചു വീണത്. അന്നും കൃത്യമായി കുട്ടിക്ക് ചികിത്സ നൽകിയിരുന്നില്ല. ആശുപത്രിയിൽ എത്തിക്കാനും വൈകി. എല്ലാവരും ഒന്നിച്ച് യാത്ര ചെയ്തിട്ടും കുട്ടി മാത്രം എങ്ങനെ ഓട്ടോറിക്ഷയിൽ നിന്നും വീണു എന്ന ചോദ്യവും നിസാർ ഉയർത്തുന്നുണ്ട്. നിസാറിന്റെ ഭാര്യ ആയിഷ സുൽഫത്തിന്റെ കുറ്റിച്ചിറയിലുള്ള വീട്ടിൽ വെച്ച് തിങ്കളാഴ്ച രാത്രിയിലായിരുന്നു കുപ്പിയുടെ അടപ്പ് തൊണ്ടയിൽ കുടുങ്ങിയത്. തൊണ്ടയിൽ ഷാംപൂ കുപ്പിയുടെ അടപ്പ് കുടുങ്ങിയ കുട്ടിയെ രാത്രി 9:30 കോട്ടപ്പറമ്പ് ആശുപത്രിയിൽ എത്തിച്ചു. എന്നാൽ മരണം സംഭവിക്കുകയായിരുന്നു. വിവരം ഭാര്യ വീട്ടുകാരോ തന്നെ അറിയിച്ചില്ലെന്നും മരണത്തിൽ അസ്വാഭാവികത ഉണ്ടെന്നും അറിയിച്ചാണ് ടൗൺ പോലീസിൽ നിസാർ പരാതി നൽകിയത്. ഇരുവരുടെയും ആദ്യത്തെ കുട്ടി 2023 ജൂലൈയിലാണ് മരിച്ചത്. നിസാറും ആയിഷയും കുറച്ചു കാലമായി ഒന്നിച്ചല്ല താമസിക്കുന്നത്. ഇരുവരും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. തുടർന്നാണ് ആയിഷ സ്വന്തം വീട്ടിലേക്ക് താമസം മാറിയത്. സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടക്കുകയാണെന്ന് ടൗൺ സ്റ്റേഷൻ ഹൗസ് ഓഫീസറും പറയുന്നുണ്ട്. പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അസ്വാഭാവികതയൊന്നും ഇല്ലെങ്കിലും കുടുംബത്തെ ആകെ പോലീസ് ചോദ്യം ചെയ്യും. അച്ഛന്റെ പരാതിയിൽ വ്യക്തത വരുത്താനാണ് ഇതെല്ലാം. മൊഴികളിൽ വൈരുദ്ധ്യം കണ്ടെത്തിയാൽ അന്വേഷണം പുതിയ തലത്തിലേക്ക് എത്തും. പരാതിയിൽ പറയുന്നത് വെച്ച് അസ്വാഭാവികതകൾ പോലീസ് സംശയിക്കുന്നുണ്ട്. ആദ്യ കുട്ടിയുടെ മരണവും രണ്ടാമത്തെ കുട്ടിയുടെ ഓട്ടോയിലെ അപകടവും അടക്കം പരിശോധിക്കും. എങ്ങനെയാണ് കുട്ടിയുടെ തൊണ്ടയിൽ അടപ്പ് എത്തിയതെന്ന് കണ്ടെത്തലാകും അന്വേഷണത്തിൽ നിർണായകമാവുക.